2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകുന്ന ചില ജില്ലകളുണ്ട്. എപ്പോഴും കേരളം ആര് ഭരിക്കുന്നുവോ അവരോടൊപ്പം തന്നെ അനുകൂലമായിട്ട് നിൽക്കുന്ന രണ്ട് ജില്ലകളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് കൊല്ലം ജില്ല. 2021 കണക്കനുസരിച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 14 മണ്ഡലങ്ങൾ ഉള്ളതിൽ ഒരിടത്ത് മാത്രമാണ് UDF ഉള്ളത്, കോവളം മണ്ഡലത്തിൽ. അതുപോലെ കൊല്ലം ജില്ലയിൽ 11 മണ്ഡലങ്ങളിൽ 9 ഇടങ്ങളിലും LDF ആണ്, 2 ഇടത്ത് മാത്രമാണ് UDF നിൽക്കുന്നത്. ഇത് എപ്പോഴും ഭരണത്തിന്റെ കാറ്റ് ഏത് തരത്തിൽ വീശുന്നു എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയുന്നത് തിരുവനന്തപുരത്തിനും കൊല്ലത്തിനുമാണ്. ഇപ്പോൾ കേരളത്തിൽ ഏത് തരത്തിൽ LDF തരംഗം ഉണ്ടായാൽ പോലും UDFനൊരു പച്ചത്തുരുത്തായിട്ട് നിൽക്കുന്ന ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയ്ക്ക് പലപ്പോഴും ഒരു സമ്മിശ്ര സ്വഭാവം നിലനിൽക്കുന്നുണ്ട്. 11 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തുനാട്, ഇരവിപുരം, കൊട്ടാരക്കര, ചാത്തന്നൂർ, കുണ്ടറ, കൊല്ലം, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം. ഇതില് 9 ഇടങ്ങളിൽ LDF, 2 ഇടങ്ങളിൽ UDF ആണ്. 2 ഇടങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് കരുനാഗപ്പള്ളി, മറ്റൊന്ന് കുണ്ടറ. കരുനാഗപ്പള്ളി മണ്ഡലം 2021 UDFിലേക്ക് വന്നത് CR മഹേഷാണ്. CR മഹേഷിന് കേരളത്തിലെ കോൺഗ്രസുകാർക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു MLA ആണ്. 2016 മഹേഷ് അവിടെ പൊരുതി നോക്കി, പരാജയപ്പെട്ടു. പക്ഷെ ആ പരാജയം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടുനിന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് അതുപോലെ തന്നെ BJPയിൽ അത് സുരേഷ് ഗോപിയെ മാതൃകയാക്കാമെങ്കിൽ കോൺഗ്രസിൽ CR മഹേഷിനെ കരുനാഗപ്പള്ളി മാതൃകയാക്കാവുന്നതാണ്. ആ മഹേഷിന്റെ കയ്യിൽ നിന്ന് ഇനിയിപ്പോ ഏതായാലും LDFന് ഇവിടം തിരിച്ചു പിടിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. കൂടാതെ മഹേഷിന്റെ പ്രവർത്തന രീതികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കരുനാഗപ്പള്ളി UDFന് തന്നെ തുടരുകയും ചെയ്യും. മറ്റൊന്ന് കുണ്ടറ മണ്ഡലമാണ്. 2016 മേഴ്സിക്കുട്ടിയുടെ കയ്യിലിരുന്ന മണ്ഡലമാണ് 2021 വന്നിട്ട് PC വിഷ്ണുനാഥ് വാങ്ങി. കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു യുവനിരയാണ്. PC വിഷ്ണുനാഥ് ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ് മുമ്പ് മത്സരിച്ചതും വിജയിച്ചിട്ടുള്ളതും പരാജയപ്പെട്ടിട്ടുള്ളതും. മണ്ഡലത്തെ വേണ്ട രീതിയിൽ നോക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ പരാജയം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെയാണ് 21 വന്ന് കുണ്ടറയിൽ മത്സരിക്കുന്നത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ കാര്യത്തിൽ മേഴ്സിക്കുട്ടി പെട്ടുപോയി. അങ്ങനെ PC വിഷ്ണുനാഥിന് അനുകൂലമായി മാറുകയും ചെയ്തു. LDF തരംഗമുണ്ടായ സമയത്ത് പോലും മേഴ്സിക്കുട്ടിക്ക് ആ മണ്ഡലം കൈവിട്ടുപോയി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ PC വിഷ്ണുനാഥ് മണ്ഡലത്തെ സംരക്ഷിക്കുന്നുണ്ട്. കൊല്ലത്തിന് ഈ കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് PC വിഷ്ണുനാഥിനെ കോൺഗ്രസിന് കൊല്ലം മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ നോട്ടമുണ്ട്. കൊല്ലം മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോൾ CPMന്റെ മണ്ഡലമാണ്. അത് 2016 2021 മുകേഷാണ് മണ്ഡലം MLA. യാതൊരു പ്രയോജനവും ഇല്ല. കൊല്ലത്തുകാർ തലയിൽ കൈവച്ച് വിളിക്കുകയാണ് ഈ MLA തിരിച്ചു കൊണ്ടുപോകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അവർക്ക് പ്രയോജനമില്ല. കൊല്ലത്തിനൊരു MLA ഇല്ല, നാഥനില്ലാതെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ അവര് പാർട്ടിക്ക് തന്നെ അടിത്തറ പോലും മുകേഷിലൂടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അത് ഇവർക്കൊരു വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കുകയും ചെയ്യും CPMന്. അങ്ങനെ അത്തരത്തിൽ കൊല്ലം മണ്ഡലത്തിലേക്ക് അവർ CPM ഉദ്ദേശിക്കുന്നത് തന്നെ ചിന്തോ ജെറോമിനെയാണ്. ചിന്തോ ജെറോം ആണെങ്കിൽ എതിർ പാർട്ടികൾക്ക് വിജയം എളുപ്പമായി കഴിഞ്ഞു. രാവിലെ 8 മണിക്ക് തന്നെ ചിന്തോ ജെറോം പൂട്ടിക്കെട്ടുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കൊല്ലം മണ്ഡലത്തിലെ PC വിഷ്ണുനാഥിനെ കൊണ്ടുവന്ന് നിർത്താൻ താല്പര്യപ്പെടുന്നുണ്ട് കോൺഗ്രസിൽ ചിലർ. കാരണം കുണ്ടറ എന്തായാലും കോൺഗ്രസിന് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് PCയെ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് കൊല്ലത്ത് കൊണ്ടുവന്ന് നിർത്തി മത്സരിച്ച് ആ മണ്ഡലം കൂടി
പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. പിന്നെ മറ്റൊന്ന് UDF നേടിയെടുക്കാവുന്ന മണ്ഡലം എന്ന് പറയുന്നത് ചവറയാണ്. ചവറ RSPയുടെ മണ്ഡലമാണ്, UDF ഘടകകക്ഷിയാണ്. നമ്മൾ RSPയെ കുറിച്ച് പറയുന്നത് ചവറ മുതൽ ചവറ വരെ എന്ന് വരെയാണ്. ഒരു കാലത്ത് വലിയ പ്രതാപത്തിൽ നിന്ന പാർട്ടിയാണ്. വമ്പന്മാര് ബേബി ജോണും TK ദിവാകരനും RS ഉണ്ണിയും പങ്കജാക്ഷനും ഒക്കെ ഉള്ള ഒരു വലിയ പാർട്ടി, പ്രതാപത്തോടുകൂടി നിന്ന പാർട്ടി ചവറയിലും ഇരവിപുരത്തും ഒക്കെ മത്സരിക്കുന്നു, വിജയിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് UDF നിന്ന് വടക്കോട്ട് സീറ്റ് കൊടുക്കാറുണ്ട്. അതല്ല വേണ്ടത്, കൊല്ലം കേന്ദ്രീകരിച്ചുള്ള ഇടങ്ങളിലേക്ക് ഇവർക്ക് സീറ്റ് കൊടുക്കണം. അങ്ങനെ അവരെ വിജയിപ്പിച്ചു കൊണ്ടുവരണം. ചവറയിൽ 2016 ഇടത് സ്വതന്ത്രൻ വിജയൻപിള്ളയാണ് മത്സരിച്ചത്. പിന്നീട് വിജയൻപിള്ളയുടെ മരണത്തെ തുടർന്ന് 2021 വന്നിട്ട് ഡോക്ടർ സുജിത് വിജയൻപിള്ള അവിടെ നിന്ന് മത്സരിച്ചു, വിജയിച്ചു. പക്ഷെ 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 2026 UDF അനുകൂലമാക്കി മാറ്റാം എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. അത് വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് RSPയുടെ കണക്കുകൂട്ടൽ. ഷിബു ബേബി ജോൺ തന്നെ ആയിരിക്കും അവിടെ മത്സരിക്കാൻ പോവുക. കാരണം ഷിബു അവിടെ മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലൂടെ UDF, കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുകൊണ്ട് മണ്ഡലം തിരിച്ചു പിടിക്കാം. ഷിബു ബേബി ജോണ് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മന്ത്രി തന്നെയാകുമെന്നുള്ളതും ഉറപ്പാണ്. പിന്നെ അതുപോലെയുള്ളതാണ് കുന്നത്ത് നാട് കോവൂർ കുഞ്ഞുമോനാണ്. കോവൂർ കുഞ്ഞുമോനെ കുറിച്ച് ജനപിന്തുണയൊക്കെ കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വർത്തമാനമുണ്ട്. ആ സാഹചര്യത്തില് ആ കുന്നത്ത് നാട് മണ്ഡലവും UDF അനുകൂലമാക്കി മാറ്റിയെടുക്കാം. അതവർ ഒന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ കൃത്യമായ ഒരു നിരീക്ഷണത്തോടുകൂടി അവിടെ സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ അവർക്ക് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് കൊട്ടാരക്കരയില് ബാലഗോപാലാണ് ധനമന്ത്രി. 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 2021 വിജയിച്ചത്. ഐഷ പോറ്റി അവിടെ വലിയ നിർണായക ശക്തിയാണ്. ഐഷ പോറ്റി ഇപ്പോൾ LDF നിന്ന് വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അതുകൊണ്ട് ഐഷ പോറ്റി തന്നെ UDF സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ CPM കയ്യിൽ നിന്ന് ഈ മണ്ഡലം അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് UDF വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഉള്ളത് ചാത്തന്നൂർ മണ്ഡലമാണ്. ഈ ചാത്തന്നൂർ മണ്ഡലം നമ്മളുടെ വിചാരിക്കുന്ന തരത്തിലല്ല. BJP കേരളത്തിൽ നോട്ടമിട്ടിരിക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. പിന്നെ മറ്റു പല ജില്ലകളിൽ ഒറ്റപ്പെട്ട ചില മണ്ഡലങ്ങൾ കിടപ്പുണ്ട്. അവിടെ അവർക്ക് വിജയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ തന്നെ ചാത്തന്നൂർ മണ്ഡലം, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ 2021 BJP 2ാം സ്ഥാനത്താണ്. കോൺഗ്രസ് അവിടെ 3ാം സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത്. BJPക്ക് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം തന്നെയാണ് ചാത്തന്നൂർ. ഇക്കുറി അവിടെ വിജയം കൊല്ലം ജില്ലയിൽ ഒരിടത്ത് BJP വിജയിച്ചു വരുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം കൂടുതൽ അനുകൂല ഘടകം നിൽക്കുന്നുണ്ട്, ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവിടെ അത് BJPക്ക് അനുകൂലമായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ ചടയമംഗലത്തും BJPക്ക് അല്പം സ്വാധീനമുണ്ട്. ഏതാണ്ട് 25,000-ലധികം വോട്ടുള്ള ഇടമാണ് BJPക്ക്. അത് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയും. കൂട്ടിക്കൊണ്ടുവരിക മാത്രമല്ല, വിജയത്തിലേക്കും അടുക്കാൻ കഴിയുമെന്നുള്ളതും ഉറപ്പാണ്. ചിഞ്ചുറാണി അവിടെ CPIയുടെ മണ്ഡലമാണ്. ചിഞ്ചുറാണിക്കെതിരെ വ്യാപകമായ പരാതിയും മറ്റും നിൽക്കുന്നുണ്ട്. പിന്നെ കൊല്ലം ജില്ലയിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു മണ്ഡലമാണ് കേരള കോൺഗ്രസ് Bയുടെ പത്തനാപുരം. അവിടെ ഗണേഷ് കുമാർ 5 തവണയായി മത്സരിച്ച് വിജയിച്ചു വരികയാണ്. അത് ഗണേഷ് കുമാറിന്റെ കൈക്കുള്ളിൽ ഭദ്രമാണ്. യാതൊരു കേടുപാടുകളും ഇല്ലാതെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോവുകയാണ്. എന്നാലും കോൺഗ്രസിൽ നിന്ന് ജ്യോതികുമാർ ചാമക്കാല അക്ഷീണ പ്രയത്നം നടത്തുന്നുണ്ട്. ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് രാത്രിയും പകലുമൊന്നില്ലാതെ അവിടെ പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ വീഴ്ത്താൻ അല്പം പ്രയാസമായിരിക്കും ചാമക്കാല എന്നറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. അത് ഗണേഷ് കുമാർ അത്രത്തോളം അവിടെ ജനകീയനായി തീർന്നിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ കൊല്ലം മണ്ഡലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കൊല്ലം മണ്ഡലം വളരെ സുഖകരമായിട്ട് UDF അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഇടമാണ്. അപ്പോൾ കൊല്ലം ജില്ലയിലെ BJP ഉറപ്പായും 1 അല്ലെങ്കിൽ 2 സീറ്റിലേക്ക് വരെ പോകാൻ UDF മുൻതൂക്കം കിട്ടുകയും ചെയ്യും.